തൃശൂർ പൂരത്തിന് പാര വെച്ചതാരാണ്? വെടിക്കെട്ട് നടത്തിയത് നേരം പുലർന്ന് പകൽ വെളിച്ചത്തിൽ. BJPക്ക് വോട്ട് നൽകാനുള്ള സർക്കാരിന്റെ പ്ലാനെന്ന UDF. അട്ടിമറി നീക്കമെന്ന BJP. പോലീസിനെ പഴിച്ച് CPI. വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കാമെന്ന CPM. നിരാശയോടെ പൂരപ്രേമികൾ. പൂരം പൊളിച്ചത് ആരാണ്? പോലീസിന്റേത് കടും പിടുത്തമോ? നിയന്ത്രണങ്ങൾ എന്തിനു വേണ്ടി? വിവാദങ്ങളുടെ ലക്ഷ്യമെന്ത്? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ശ്രീ സുന്ദർ മേനോൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ അനിൽ അക്കര, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് D ഗോപാലകൃഷ്ണൻ, CPMൽ നിന്ന് ശ്രീ VP ശരത് പ്രസാദ്. ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. ചർച്ചയിലേക്ക്. പൂരം ഒരാവേശമാണ്. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല. ആ പൂര ദിവസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ഒരു ശരാശരി തൃശ്ശൂർക്കാരൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു പൂരം മുതൽ അടുത്ത പൂരം വരെ എന്നുള്ളതാണ്. കൂടുതൽ പൊലിമയോടുകൂടി പൂരാനുഭവം എന്നുള്ളതാണ് ഓരോ വർഷത്തെയും പ്രതീക്ഷ. അവിടെയാണ് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. വലിയ പരാതി ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, പരിശോധിക്കും എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ, വിവാദങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ അനിൽ അക്കര, എന്താണ് യഥാർത്ഥത്തിൽ പൂരനഗരിയിൽ സംഭവിച്ചത് എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? തൃശ്ശൂർക്കാരൻ എന്ന നിലയിലാകും. അല്ല, നമ്മളൊക്കെ തൃശ്ശൂർ പൂരത്തെ കാണുന്നത് ഞാൻ തൃശ്ശൂർക്കാരുടെ മാത്രം പൂരമായിട്ടല്ല. ഈ രാജ്യത്തെയും രാജ്യത്തിന് പുറത്തുള്ള പൂരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വലിയൊരു ഉത്സവം എന്ന രീതിയിലാണ് ഈ പൂരത്തെ കാണുന്നത്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടിക്കാലം മുതൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ SSCക്ക് അല്ലെങ്കിൽ 1987 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒറ്റയ്ക്ക് പൂരം കാണാൻ വന്നിരുന്നത്. അപ്പോൾ അതൊരു തുടർച്ചയാണ്. ആ പൂരം കഴിഞ്ഞ് വൈകുന്നേരം അവിടെ കിടന്നുറങ്ങി രാവിലെ പിന്നെയും പൂരം കണ്ട് തിരിച്ചു പോകുന്ന രീതിയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇന്ന് ഈ തവണ അതൊക്കെ താളം തെറ്റി. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ, അത് നമുക്കെല്ലാവർക്കും അതിനകത്തൊരു ധാരണയുണ്ട്. പക്ഷേ അത് ഇത്രത്തോളം രാഷ്ട്രീയമായി ഈ പൂരത്തെ വേട്ടയാടാൻ കഴിയുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നല്ല തുടങ്ങുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒന്നാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം പൂരവുമായി ബന്ധപ്പെട്ട്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട്, ആനകളുമായി ബന്ധപ്പെട്ട് നിറയെ പരാതികളാണ്. സ്വരാ റൗണ്ടിലേക്ക് വെടിക്കെട്ട് കാണാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഈ ഗവൺമെൻറ് പല പല ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതാണ്. ഇത്തവണത്തെ പൂരം തന്നെ, നമ്മൾ ഈ തവണത്തെ പൂരം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് പരാതികളില്ലാതെ പോകുമെന്നാണ് കരുതിയത്. പക്ഷെ ആദ്യം തന്നെ എന്താണ് ഉണ്ടായത്? വടക്കുനാഥൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് പൂരം എക്സിബിഷൻ നടത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് തറവിലയിട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ വലിയ സമരങ്ങൾ നടന്നു. ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് അത് പോയി. പിന്നീട് അത് മുഖ്യമന്ത്രി ഇടപെട്ട് അത് പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം പൂരം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ആനകളെ 6 മീറ്ററിന് അപ്പുറത്തേക്ക് മാറ്റി നിർത്തണം എന്ന രീതിയിലുള്ള ചില ഉത്തരവുകൾ ഇറങ്ങി. ആ ഉത്തരവുകൾ വീണ്ടും തിരുത്തേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ പൂരത്തെ കഴിഞ്ഞ ഒരു 5-6 വർഷമായി പൂർണ്ണമായി വിവാദത്തിലാക്കുന്നു എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെന്നാണ് യാഥാർത്ഥ്യം. നമുക്ക് ഉത്തരവുകളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ തീരുമാനം വരുന്നത് മന്ത്രിസഭയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അജണ്ട വെച്ച് ഒരു മുന്നോട്ട് പോക്കാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നെങ്കിൽ പിന്നെ അതിൽ തിരുത്തലിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതിപ്പോ അവിടെ സംഭവിച്ചത് ഇന്നിപ്പോ സുനിൽകുമാർക്ക് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച എന്ന് കരുതിയാൽ മതിയാകില്ലേ? അതല്ല, ഒരു കാരണവശാലും തൃശ്ശൂർ പൂരത്തിന് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് തൃശ്ശൂരിലെ മുഴുവൻ ആളുകളും ഏറ്റെടുത്തൊരു പൂരമാണ്. ആ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനം തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കലാപം ഉണ്ടായത് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും തർക്കങ്ങൾ പൂരം കാണാൻ വന്ന ആളുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായത് കേട്ടിട്ടുണ്ടോ? ഇവിടെ പോലീസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. വേറെ എന്ത് പ്രശ്നമാണ്? തിരുവമ്പാടിയുടെ മഠത്തിൽ പൂരവുമായി അല്ലെങ്കിൽ മഠത്തിൽ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ കെട്ടി നിയന്ത്രിക്കാൻ ഇവർക്ക് ആരാണ് അനുമതി കൊടുത്തത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമില്ലേ? ഒരു ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിനെ അല്ലെങ്കിൽ പാറേമക്കാവ് ദേവസ്വത്തിനെ ആചാരങ്ങൾ പഠിപ്പിക്കലാണോ കേരള പോലീസിന്റെ ചുമതല? ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആദ്യഘട്ടത്തിൽ പ്രശ്നമുണ്ടാക്കുക, ആ പ്രശ്നത്തിന്റെ ഇടയിലേക്ക് മന്ത്രിമാർ വരിക, മന്ത്രിമാർക്ക് തീർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുക, അപ്പോൾ മുഖ്യമന്ത്രി ഇടപെടുക, എന്നിട്ട് വിഷയങ്ങൾ തീർത്ത് ഇത് ഞങ്ങൾ തീർത്തു എന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിവിടെ എല്ലാം കൈവിട്ടു പോയി. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ജില്ലയിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള പൂരമാണ്. ആ പൂരം 11 മണി മുതൽ 6 മണി വരെ തർക്കങ്ങളുമായി നിന്നു എന്ന് പറഞ്ഞാൽ നമുക്കിത് വിശ്വസിക്കാൻ കഴിയുമോ?
റവന്യൂ മന്ത്രി ഈ സമയത്ത് എവിടെ പോയി കിടക്കുകയായിരുന്നു? അദ്ദേഹത്തിനെ കുറിച്ച് മറ്റു സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ശരി ശ്രീ അനിലക്കര, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ ശരത് പ്രസാദ്, ശരിയാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ബാരിക്കേഡ് കെട്ടി ആളുകളെ നിയന്ത്രിക്കുന്ന സമീപനമുണ്ടായി. പൂരം അങ്ങനെ പൂരനഗരിയിലേക്ക് ആളുകൾ വരാതെ പൂരമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഏതൊരു മലയാളിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടേക്ക് വരുന്ന ആളുകളെ ബാരിക്കേഡ് വെച്ച് നിയന്ത്രിച്ചിട്ടൊന്നും പൂരം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് തൃശ്ശൂർക്കാർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ശരി, ഇനി ഒരു പ്രതിസന്ധി ഉണ്ടായി എന്നതു തന്നെ ഇരിക്കട്ടെ. 2 ദേവസ്വങ്ങളും അങ്ങനെയാണെങ്കിൽ വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. അത് പരിഹരിക്കുന്നതിനൊരു സമയമുണ്ടല്ലോ. അത് രാവിലെ 6 മണി വരെ നീണ്ടുപോയാൽ പിന്നെ വെടിക്കെട്ട് നടത്തുന്നതിൽ അർത്ഥമില്ല. അത് ഒരു വിസ്മയമല്ല, ഒരു വിനാശമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് പരിഹരിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ചില ഇടപെടലുകൾ, അത് ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്ന് ചില പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഉത്സവമാണ്. എല്ലാ തയ്യാറെടുപ്പും വളരെ നേരത്തെ തന്നെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചുമതല വഹിക്കുന്ന റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി കെ രാജൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും അതിന് വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ ശ്രീ അനിലക്കര സൂചിപ്പിച്ച പോലെ ഈ ആനകളെ 6 മീറ്റർ നീക്കി നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് വന്നു. അതുപോലെ തന്നെ കൊട്ടുകാരും ആനയും തമ്മിൽ ഉള്ള ദൂരവുമായി ബന്ധപ്പെട്ട് അപ്രായോഗികമായിട്ടുള്ള ചില ഉത്തരവുകൾ വന്നു. അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഈ ആനകളുമായി ബന്ധപ്പെട്ട് ദേശീയ നിയമങ്ങളും അതുപോലെ തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൊല്ലത്തുൾപ്പെടെ ഉണ്ടായിട്ടുള്ള വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളും അത് വരികയാണ്. അത്തരം നിയമങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അപ്രായോഗികമായിട്ടുള്ള ചില സംവിധാനങ്ങൾ കടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ അവിടെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നല്ല ഇടപെടൽ അവിടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രിയും ഉൾപ്പെടെ നേതൃത്വം നൽകി പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വെടിക്കെട്ട് 6 മണി വരെ നീണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ പൂരത്തിന്റെ സമയത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ആനയുടെ കാര്യമൊക്കെ ബന്ധപ്പെട്ടൊക്കെ 4 മണിക്കൂർ വൈകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഇനി വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിയുന്നവരാണല്ലോ അവിടുത്തെ അധികൃതർ. അപ്പോൾ അതിലൊരു ഒരു ജാഗ്രത കുറവുണ്ടായോ? വേഗം പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി ഇടപെടാൻ കഴിയാതെ പോയോ? അല്ല, ഈ വെടിക്കെട്ട് നമ്മളിപ്പോൾ തീരുമാനിക്കുമ്പോൾ അപ്പോൾ പൊട്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇന്നലെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ തന്നെ വെടിക്കെട്ടിന് വേണ്ടി ഏകദേശം 1.5-2 മണിക്കൂറോളം അതിൻ്റെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സാങ്കേതികമായി മാത്രം കാര്യങ്ങളെ കാണാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നല്ല ഇടപെടൽ കെ രാജൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരം അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ട് ഉപചാരം ചൊല്ലിപ്പിരിയൽ ഉൾപ്പെടെ ഇന്നലെ നടന്നിട്ടുണ്ട്. അവിടെ ദേവസ്വങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അത് സർക്കാർ പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. അത് പരിശോധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാർ പരിഹരിക്കും, പരിശോധിക്കും. അത് ദേവസ്വങ്ങൾക്ക് ഉൾപ്പെടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിക്കെട്ട് ഉൾപ്പെടെ എന്നുള്ള ധാരണയൊക്കെ പൂരം കാണുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് അപ്പോൾ പൊട്ടിക്കാൻ കഴിയുന്നല്ല, തയ്യാറെടുപ്പിനടക്കം കൂടുതൽ സമയം വേണം. അത് എപ്പോഴാണ് നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബോധ്യമുള്ളവർ നേരത്തെ കാലേ കൂട്ടി ഇടപെടണം എന്നങ്ങ് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അല്ലാതെയുള്ള ധാരണയൊക്കെ എല്ലാവർക്കും ഉണ്ട്. സ്ഥലത്തെ ഞാൻ വരാം. മധു, ഒറ്റ കാര്യം മധു, പെരുമാറ്റച്ചട്ടം എന്നുള്ളത് ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കരുത്. ഈ തൃശ്ശൂർ പൂരത്തിന് എന്ത് പെരുമാറ്റച്ചട്ടം? ആചാരങ്ങളാണ്, അതിന്റെ പൈതൃകമാണ്, തുടർച്ചയാണ്. അതിനൊരു പെരുമാറ്റച്ചട്ടവും ഇല്ല. വെറുതെ പെരുമാറ്റച്ചട്ടം ഇലക്ഷൻ കാട്ടി ഞങ്ങളെ പഠിപ്പിക്കരുത്. ഓക്കെ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, പൂരം മാതൃഭൂമി ന്യൂസിന്റെ ഫ്രെയിമിൽ നിന്ന് തന്നെ പൂരത്തിന്റെ ആഘോഷത്തെക്കുറിച്ച്, ആരവത്തെക്കുറിച്ച്, പൂരം എന്ന വികാരത്തെക്കുറിച്ചൊക്കെ അങ്ങ് പറയുന്നത് ശ്രീ അനിലക്കര അടക്കം നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് പോയതാണ്. ഓരോ പൂരം വരുമ്പോഴും ഒരു പ്രതീക്ഷയാണ്. പോയ അനുഭവത്തെക്കാൾ വലിയ അനുഭവം, വലിയ വിസ്മയം, വലിയ കാഴ്ചകളൊക്കെ നൽകുന്ന ഒരു പൂരം എന്നുള്ളതാണ് ശരാശരി കേരളീയന്റെ, മലയാളിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. കാണാനെത്തുന്ന ലോകമെമ്പാടും നിന്നുള്ള ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇത്തവണ സംഭവിച്ചത്
എപ്പോഴത്തെയും പോലെ ഒരു സ്വാഭാവികമായ സംഭവമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ അഭിപ്രായം പൂരത്തോടുള്ള വേട്ടയാടൽ എന്നുള്ളതാണ്. എന്താണ് BJPയുടെ അഭിപ്രായം? എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയാൻ കഴിയും. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെയുള്ള 2 സഹ പാനലിസ്റ്റുകൾക്കും എൻ്റെ അത്ര വ്യക്തതയോടെ പറയാൻ കഴിയില്ല. കാരണം ഞാൻ ആ 11 മണി മുതൽ ഈ രാത്രി മുഴുവനും ഉറക്കൊളച്ച് ഏതാണ്ട് പുലർച്ചെ 8 മണി വരെ പൂരപ്പറമ്പിലുണ്ടായിരുന്ന ആളാണ്. പൂരപ്പറമ്പിൽ മാത്രമല്ല, ഈ ചർച്ചകളിലും ഉണ്ടായിരുന്ന ആളാണ്. എന്താണ് സംഭവം നടന്നത് എന്നുള്ളത് കൃത്യമായി പറയാതെ നമ്മൾ ഉപരിപ്ലവമായി പറയുന്നതിൽ അർത്ഥമില്ല. നേരത്തെ CPMൻ്റെ പ്രതിനിധി പറഞ്ഞു ഉപചാരം ചൊല്ലി ദേവിമാർ ഇന്നലെ പിരിഞ്ഞു എന്ന്. ഇന്നലെയല്ല, അത് ഇന്നാണ് പിരിഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകൾ ഈ കാര്യത്തെക്കുറിച്ചിട്ട് എടുക്കുന്ന ചില നിലപാടുകളും ചില ചർച്ചകളും ചില തീരുമാനങ്ങളും വികാരങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇന്നലെ സംഭവിച്ചത് 11 മണിക്ക് ഈ മഠത്തിൽ വരവ് എന്ന് പറയുന്ന പൂരം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മേളം, അത് പഞ്ചവാദ്യമാണ്. അത് രാവിലെ 10 മണിക്ക് മഠത്തിൽ നിന്ന് ദക്ഷിണ കൊടുത്ത് ആ മഠത്തിലെ കാരണവർക്കും കുട്ടികൾക്കും ഓത്തുപഠിക്കുന്നവർക്കും എല്ലാം ദക്ഷിണ കൊടുത്ത് അവിടുന്ന് പുറപ്പെടും. ആ സമയത്ത് പഞ്ചവാദ്യമുണ്ട്. ആ പഞ്ചവാദ്യമാണ് രാവിലെ നിങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന പഞ്ചവാദ്യം. ഇതുപോലെ തന്നെ രാത്രിയിലും മഠത്തിൽ വരവ് എന്ന് പറയുന്ന ഒരു മേളമുണ്ട്. ആ മേളം രാത്രി നേരെ വടക്കുന്നാഥൻ്റെ അടുത്ത് വന്ന് വടക്കുന്നാഥൻ്റെ അവിടുന്ന് നേരെ അത് തിരുവമ്പാടി പൂരപ്പന്തലിലേക്ക് വരും. അത് ഏതാണ്ട് 2 മണി വരെയാണ് അതിൻ്റെ ടൈം. 2 മണിക്ക് അത് പൂരപ്പന്തലിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പഞ്ചവാദ്യത്തോടു കൂടി തന്നെയാണ് വരിക. അങ്ങനെ പഞ്ചവാദ്യത്തോടു കൂടി അത് പൂരപ്പന്തലിൽ വന്നു കഴിഞ്ഞാൽ, പൂരപ്പന്തലിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് അവരുടെ നായ്ക്കനാലിലുള്ള പൂരപ്പന്തലിലെത്തിയാൽ പിന്നെ ഒറ്റ പന്തം മാത്രമേ കത്തിക്കുള്ളൂ. ഈ ഒരൊറ്റ പന്തം മാത്രമേ കത്തിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒറ്റ പന്തം മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ആചാരം. അപ്പോൾ ഈ 2 മണിവരെ ആണ് ഇതിൻ്റെ സമയം. ഈ 2 മണിവരെ പോലീസുമായിട്ട് സംസാരിച്ചിരുന്നു. ദേവസ്വത്തിൻ്റെ അധികൃതരും പോലീസും തമ്മിൽ സംസാരിച്ചപ്പോൾ 2 മണിവരെ ഒരു കാരണവശാലും ജനങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല എന്ന് സംസാരിച്ചിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വെടിക്കെട്ടിനാണ് വലിയ നിയന്ത്രണമുള്ളത്. എന്നാൽ അതേ സമയത്ത് മേളത്തിന് നിയന്ത്രണമില്ല. അപ്പം മേളവും കാണാൻ വയ്യ, വെടിക്കെട്ടും കാണാൻ വയ്യ, പൂരവും കാണാൻ വയ്യ, പൂരപ്പറമ്പിലേക്ക് കയറാനും വയ്യ, റൗണ്ടിലേക്കും കയറാൻ വയ്യ. ഇത് ഏതാണ്ട് ഒരു പോലീസുകാരുടെ പൂരമാക്കി, ഇത് ജനങ്ങളെ വല്ലാതെ അങ്ങേയറ്റത്തെ പീഡനം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പൂരമാക്കി മാറ്റുക എന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടക്കുന്നതാണ്. ഇത് ഇന്നും ഇന്നലെയും നടക്കുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. ഇത് അടിവരയിട്ട് ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ആചാരവും അനുഷ്ഠാനവും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഭരണകൂടം, അത് ശബരിമലയിലായാലും ശരി വേറെ എവിടെയിലായാലും ശരി, ആചാരങ്ങളോട് അങ്ങേയറ്റത്തെ ഒരു തരത്തിലുള്ള ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുകയാണ്. ഇന്നലെ സംഭവിച്ചത് 11 മണിക്ക് ഈ മേളം വരുന്ന സമയത്ത് എന്തിനാണ് ബാരിക്കേഡ് തൃശ്ശൂർ റൗണ്ടിൽ സ്ഥാപിച്ച് ആളുകളെ ലാത്തി ചാർജ് ചെയ്ത് ഓടിച്ചത്? അതെന്തിനാന്നുള്ള ഉത്തരം പറയേണ്ട ചുമതല ആർക്കാണ്? ഇവിടുത്തെ ഭരണകൂടത്തിനാണ്, തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തിനാണ്. തൃശ്ശൂരിൻ്റെ ചുമതല നോക്കുന്ന രാജൻ എന്ന മന്ത്രിക്കാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടും ദേവസ്വം മന്ത്രിയുമായിട്ടുള്ള രാധാകൃഷ്ണനാണ്. അങ്ങനെ 11 മണിക്ക് ഓടിക്കുകയാണ്. അപ്പോൾ ഈ 11 മണിക്ക് ഓടിക്കുമ്പോൾ ഈ പന്തം മാറ്റി ഒറ്റപ്പന്തം എന്ന് പറയുന്ന ആ ഒറ്റപ്പന്തത്തിലാണ് വരിക. ഈ ഒറ്റപ്പന്തം മാറ്റിയിട്ട് പിന്നീട് അവിടെ കുത്തുവിളക്കാണ് ഈ ആനയുടെ മുമ്പിലേക്ക് വരിക. പഞ്ചവാദ്യം കഴിഞ്ഞാൽ ഒറ്റപ്പന്തം മാറ്റി കുത്തുവിളക്കെടുക്കണം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട പ്രക്രിയ ആയതുകൊണ്ട് ഈ പന്തത്തിൽ വരുന്ന പഞ്ചവാദ്യം, ആ പഞ്ചവാദ്യത്തിൽ നിന്ന് കുത്തുവിളക്കെടുക്കാൻ CMS സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് പോയ വാര്യര് ജയകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഓഫീസിലേക്ക് കയറുമ്പോഴാണ് എവിടുന്നോ വന്ന പോലീസ് അയാളെ തല്ലുന്നത്. അയാളെ മാത്രമല്ല, ആ ദേവസ്വം ഓഫീസിന് മുമ്പിലുണ്ടായിരുന്ന പലരെയും തല്ലി. എന്തിന്? അയാൾ തല്ലുകൊണ്ട് ആ ഒറ്റപ്പന്തം ഈ കുത്തുവിളക്കടക്കാൻ കഴിയാതെ അയാൾ നിലത്ത് വീണു. ഈ കാര്യം ദേവസ്വം അറിഞ്ഞു. ദേവസ്വം അറിഞ്ഞപ്പം ദേവസ്വം പറഞ്ഞു, ഇങ്ങനെ ഈ മേളത്തിൻ്റെ സമയത്തും ഇങ്ങനെ ശരിയല്ല. ഇത് പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറും
എല്ലാവരും കൂടി പറഞ്ഞിട്ട് മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു തീരുമാനമെടുത്തതാണ് 2 മണിക്ക്, അതായത് 3:30 മണിക്കാണ് വെടിക്കെട്ട്. അപ്പോൾ 1.5 മണിക്കൂറിനുള്ളിൽ അവർ ഇവാക്യുവേറ്റ് ചെയ്യാം ആളുകളെ. അതുകൊണ്ട് 2 മണിക്ക് ഈ ടൗണിൻ്റെ ആ നടുവിലാൽ ഭാഗത്ത് നിന്ന് ആളുകളെ മാറ്റാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട്, അതേപോലെ ചെയ്യാം. പക്ഷെ 11 മണിക്ക് എന്തിനാ ആൾക്കാരെ മാറ്റാൻ പോയി? 11 മണിക്ക് എന്തിനാണ് ആളുകളെ ലാത്തി ചാർജ് ചെയ്യാൻ തയ്യാറായത്? ഞാൻ ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കാം. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് 11 മണിക്കൊരു സംഭവം ഉണ്ടായാൽ ഈ തൃശ്ശൂർ അങ്ങാടിയിൽ ജീവിച്ച, അതായത് പാർട്ടി ഓഫീസിൽ കിടക്കുന്ന മന്ത്രി രാജൻ എന്തുകൊണ്ട് വന്നില്ല? 6 മണിക്കാണ് രാജൻ വരുന്നത്. എന്തുകൊണ്ടാണ് സ്ഥലം MLA രാജൻ്റെ അനുയായി, സുനിൽകുമാറിന് അനുയായി, ഇടതുപക്ഷത്തിൻ്റെ നേതാവ് MLA തിരിഞ്ഞു നോക്കിയിട്ടില്ല? ഈ പൂരത്തിരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അയാൾ. ഇനി തൃശ്ശൂരിലെ MP പ്രതാപൻ ആ വഴിക്ക് വന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ സുനിൽകുമാർ, തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആള്, K മുരളീധരൻ, ഇവരാരും വന്നില്ല. അവിടുന്ന് തിരുവമ്പാടി ജനറൽ സെക്രട്ടറി കോൺഗ്രസിൻ്റെ നേതാവാണ് ഗിരീഷ് കുമാർ. അയാളും ഞാനും ഒക്കെ ഒരുമിച്ചിരുന്നാണ് വിളിക്കുന്നത്. ഞാനടക്കം പറഞ്ഞു എല്ലാവരെയും വിളിക്കാൻ. അവസാനം ഗിരീഷ് കുമാർ വിളിച്ചത് സുരേഷ് ഗോപിയെ. അയാൾ വന്നു 2 മണിക്ക് ആംബുലൻസിൽ. അയാൾ വന്ന് ചർച്ച നടത്തി. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് വീണ്ടും കളക്ടറടുത്ത് പോകുന്നത്. ഞാൻ കൂടെ പോയിട്ടുണ്ട് ചർച്ചയിൽ. കളക്ടറുമായിരുന്ന ചർച്ച ചെയ്തു. എന്നിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ 6:30 മണിക്ക് ഈ ഗുരുവായൂർ കേശവൻ വരുന്ന മാതിരിയാണ് ഈ മന്ത്രി വന്നത്. എന്തിന്? എന്നിട്ട് മന്ത്രി പത്രത്തിൽ എങ്കിലും ഞാൻ ഇടപെടാതെ പോയത്. അതിനുശേഷം അങ്ങ് രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടി ചോദിച്ചു. ശ്രീ അനിലക്കര, ഞാൻ തിരികെ വരാം കേട്ടോ അങ്ങയിലേക്ക്. അതിനു മുമ്പ് ശ്രീ ശരത് പ്രസാദ്, ഇപ്പോൾ ഈ പോലീസ് കമ്മീഷണർ, അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ കാണുന്നുണ്ടെങ്കിലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ചോദിക്കേണ്ടതല്ലേ? കാരണം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയുന്നു, ആചാരങ്ങൾക്കെതിരെയാണ് ഈ പ്രവർത്തനമെന്ന്, ശബരിമലയിലേതുപോലെ തൃശ്ശൂരും എന്ന്. ഒരു തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അതെങ്ങനെ ഉപയോഗിക്കപ്പെടും എന്നുള്ളത് നല്ല രീതിയിൽ ബോധ്യമുള്ള, പൂരത്തിന്റെ കൊടിയങ്ങിറങ്ങുമ്പോൾ വിവാദങ്ങളുടെ കൊടികയറ്റമാണ് തൃശ്ശൂരിൽ. അതുകൊണ്ട് കൃത്യമായൊരു വിശദീകരണം, പോലീസിനോ കമ്മീഷണർക്കോ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിഴവാണ് എന്ന് വ്യക്തമാക്കുന്ന, സംശയലേശമന്യേ വ്യക്തമാക്കുന്ന കൃത്യമായ നിലപാട് തൃശ്ശൂരിൽ പറയേണ്ടതിന്റെ ആവശ്യകത സർക്കാർ മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ആചാരത്തെക്കുറിച്ചും അതുപോലെ അനുഷ്ഠാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തന്നെ തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരത്തെ ഈ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സംഘപരിവാർ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ പൂരത്തിന് ഒരു ജാതിയുമില്ല, ഒരു ലിംഗവുമില്ല, ഒരു വ്യത്യാസവുമില്ല. പക്ഷെ ഇതിനെ വർഗീയവൽക്കരിക്കാനാണ് ആര് പരിശ്രമിക്കുന്നത്? ഗോപാലകൃഷ്ണൻ പരിശ്രമിക്കുന്നത്, BJP പരിശ്രമിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു മന്ത്രി അവിടെ K രാജൻ ഈ കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നലെ അക്ഷീൺ ഇടപെട്ടിട്ടുണ്ട്. അവിടെ സുനിൽകുമാർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹിയുടെ ഒപ്പം സുനിൽകുമാർ വെളുപ്പാങ്കാലത്തിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയുണ്ടായി. ഈ പറയുന്ന സുരേഷ് ഗോപി എപ്പോഴാണ്? ഇന്നലെ ഇന്നുമായിട്ട്, ഇപ്പോൾ ഞാൻ ഈ തൃശ്ശൂർ ജീവിക്കുന്ന ആളാണ്, ഉപചാരം ചൊല്ലി പിരിയിൽ ഇന്നാണ് നടക്കുക എന്നൊക്കെ എനിക്കറിയാം. പറയുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കുക. പക്ഷേ ഈ സുരേഷ് ഗോപി, ഈ 30 മണിക്കൂർ പൂരം നടന്നിട്ട് ഈ സുരേഷ് ഗോപി എപ്പോഴാണ് വന്നത്? പനിലക്കരയുടെ K മുരളീധരൻ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ 83 അവസാനമായിട്ട് പൂരം കണ്ടേ, പിന്നെ പൂരം കാണുന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഈ എക്സിബിഷൻ തൊട്ട് ഈ ഏറ്റവും ഒടുവിലുള്ള ചടങ്ങ് വരെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എപ്പോൾ മുരളി ഇടപെട്ടു എന്ന് നോക്കിയാൽ മതി. മുരളി ഇന്ന് പത്രസമ്മേളനം വിളിച്ച് കുറെ സംസാരിക്കുകയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും ഇവർക്കെതിരെയൊക്കെ പറയുണ്ടായി. അപ്പോൾ തൃശ്ശൂർ പൂരത്തെ രാഷ്ട്രീയവൽക്കരിക്കുക, അതുവഴി തെരഞ്ഞെടുപ്പിനകത്ത് ലാഭം കൊയ്യുക, ഈ രാഷ്ട്രീയവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും, ഈ 2 അജണ്ടകളാണ് കോൺഗ്രസും BJPയും ഉയർത്തിപ്പിടിക്കുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പോരായ്മ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കും എന്ന് മന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വെടിക്കെട്ട് ഉൾപ്പെടുന്നത്. അല്ലാതെ ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചിട്ടാണോ ഇന്നലെ അവിടെ വെടിക്കെട്ട് കിടന്നത്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾ തീരുമാനിച്ചിട്ടാണോ? അവിടെ കലക്ടറുമായി ഉൾപ്പെടെ മന്ത്രിയുമായി ഉൾപ്പെടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഭാരവാഹികൾക്ക് ലഭിച്ച ഉറപ്പിന്റെ
അടിസ്ഥാനത്തിലാണ് അവിടെ വെടിക്കെട്ട് നടന്നിട്ടുള്ളത്. ഈ സംഘപരിവാരത്തിന്റെ ഈ മറ്റേ അമ്പലങ്ങളെയും അതുപോലെ ആരാധനാലയങ്ങളെയും അതുപോലെ തന്നെ ഉത്സവങ്ങളെയും ഒക്കെ വർഗീയവൽക്കരിക്കുന്ന ഈ നിലപാട് ശരത്, അതായത് ഒരു ഉത്സവം നടക്കുകയാണ്, തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഉത്സവം നടക്കുകയാണ്, അവിടെ പോലീസ് ഇടപെടൽ ഉണ്ടാകരുത് എന്ന്, ലാത്തി ചാർജ് ഉണ്ടാകരുത് എന്ന് ബോധമില്ലാത്തവരാണോ ജില്ലയിലെ പോലീസിനെ നയിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമല്ലേ? ബി ഗോപാലകൃഷ്ണൻ പറയുന്നു അവിടെ കുത്തുവിളക്കെടുക്കാൻ പോയ ഈ പറയുന്ന ആൾ മർദ്ദിക്കപ്പെട്ടു, ലാത്തി ചാർജ് ഉണ്ടായി എന്ന് ഇന്നലെ ആളുകളും പറയുന്നുണ്ട്. വരുന്ന പോലീസുകാരെ 3 ദിവസങ്ങളിലായി അവിടെ 3500ഓളം വരുന്ന പോലീസുകാർ 3 ദിവസങ്ങളായി ഈ തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് പല സുരക്ഷാ പ്രശ്നം, ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിൽ എത്ര ആളുകൾ നേരത്തെ മരിച്ചിട്ടുണ്ട്, വെടിക്കെട്ട് അപകടം ഉൾപ്പെടെ നടന്ന എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഗവൺമെന്റിനെതിരെ തന്നെയാണ്, സർക്കാരിനെതിരെയാണ്. അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് ശരത്, അത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ കൈവെക്കുന്ന വലിയൊരു സാഹചര്യം ഉണ്ടാകണമല്ലോ, അങ്ങനെയൊന്നും ഉണ്ടാകാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായിട്ടുണ്ട് എന്ന് പലയിടങ്ങളിൽ നിന്ന്, ആ പ്രകോപനം ആർക്കു വേണ്ടി ഉണ്ടായി എന്ന ജാഗ്രത അടക്കം സർക്കാരിന് വേണ്ടതാണ്. അത് വിശദീകരിക്കാൻ ഇനി അന്വേഷിച്ച് കണ്ടെത്തി കമ്മീഷനെ വെച്ച് ആ കാലതാമസം കൊടുക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നാടുനീളെ പ്രചരിക്കാനുള്ള താമസമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സിറ്റി പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടുണ്ടായ പോരായ്മ സർക്കാർ പരിശോധിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിനെയും വർഗീയമായി മുതലെടുക്കുന്നതിനെയും എതിർക്കുന്നില്ല? തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഈ നാടിന്റെ ആകെ മലയാളികളുടെയും ഈ നാടിന് പുറത്തുള്ളവരുടെ ഉൾപ്പെടെ വലിയ ഉത്സവമാണ്. അതിനെ വർഗീയവൽക്കരിക്കുന്നതിനെയും അതിനെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നതിനെയും എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ ചോദിച്ച ഓരോ ചോദ്യവും പ്രേക്ഷകർ കൂടി കേട്ടതാണ്. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിലും അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പോ അതിന്റെ സാമുദായിക മുതലെടുപ്പിനെയോ സർക്കാർ സംശയലേശമന്യേ ദൂരീകരിക്കേണ്ടതല്ലേ എന്ന് അങ്ങേക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് അങ്ങയുടെ പ്രശ്നമാണ്. എന്റെ എല്ലാ ചോദ്യത്തിലും അത് അങ്ങനെയുണ്ട്, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതല്ലേ എന്ന നല്ല ബുദ്ധിയോടെയും ബോധത്തോടെയുമാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ഗോപാലകൃഷ്ണൻ നടത്തിയ ചർച്ച അതിനെ രാഷ്ട്രീയ മുതലെടുപ്പായിട്ടാണ് ഉപയോഗിച്ചത്. ഒറ്റയ്ക്കൊരു ചർച്ചയും നടത്തുന്നില്ല, നമ്മൾ 4 പേരും ഇരുന്നാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ 4 അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ 4 അഭിപ്രായങ്ങളിൽ അത്തരം അഭിപ്രായങ്ങൾ വളരുകയും പടരുകയും ചെയ്യുന്നതിനുള്ള കാലതാമസമില്ലാതെ സർക്കാർ ഒരു നിലപാട് തൃശ്ശൂരിൽ പറയാൻ താമസിക്കുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായത്തെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു പ്രോത്സാഹനവും ഇല്ല ചേർത്തെ. എനിക്ക് ഇതിനേക്കാൾ അല്ല, എനിക്ക് ഓരോ ചോദ്യവും ഫ്രെയിം ചെയ്യാൻ നല്ല ധാരണയുണ്ട്. എനിക്കറിയാം ഞാൻ ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന്. ആരെയും അല്ല, അവിടെ ഒരു മുതലെടുപ്പിനും ആരെയും അനുകൂലിക്കാത്ത തരത്തിൽ തന്നെയാണ് ഞാൻ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങേക്കത് തോന്നാതിരിക്കുന്നത് അങ്ങ് ഒരു വശം മാത്രം പരിഗണിക്കുന്നത് കൊണ്ടാണ്. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ അനിലക്കര, അങ്ങയുടെ ഒരു അവസരം കവർന്നെടുത്തുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ശ്രീ ശരത്തിലേക്ക് പോയത്. ശ്രീ അനിലക്കര, അവിടെ ഇന്നിപ്പോ കെ മുരളീധരൻ പറയുന്നു BJPക്ക് വോട്ട് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ് അവിടെ ഉണ്ടാകുന്നതെന്ന്. ശ്രീ അനിലക്കര, പക്ഷേ നോക്കൂ, തൃശ്ശൂരിൽ വോട്ട് വിഹിതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിജയ സാധ്യത വെച്ച് നോക്കുമ്പോഴൊക്കെ CPIയും ഇടതുമൊക്കെ വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ BJPക്കാർക്ക് ഇല്ലാത്ത വോട്ടുണ്ടാക്കി കൊടുത്തിട്ട് എന്ത് രാഷ്ട്രീയ ലാഭമാണ് CPM ഉണ്ടാവേണ്ടത്? അല്ല, നല്ല ചോദ്യമാണ്. അതിന് മുമ്പ് ഈ ഗോപാലകൃഷ്ണൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. പക്ഷേ ഈ വക്കീല് കോടതിയിൽ നുണ പറഞ്ഞാൽ പോരെ, ഈ മാതൃഭൂമിയോട് തന്നെ ഇങ്ങനെ നുണ പറയുന്നത്? വളരെ ക്ലിയർ ആയിരുന്നല്ലോ ഈ ഇന്നലെ നടന്ന ഈ വിഷയം. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പൂരവുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് തിരുവമ്പാടിയുടെ കഞ്ഞിയാണ്, പുഴുക്കും കഞ്ഞിയും ചേർത്ത് കഴിച്ച ഭക്ഷണമാണ് ഞാൻ. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇത് പേറ്റൻ്റ് എടുത്ത പോലെയാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ പേറ്റൻ്റ് എവിടെ ചെന്നാലും ഗോപാലകൃഷ്ണൻ കൊടുത്തതാണ്. എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, മാധു അറിയാം, സമരങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ അങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഒരാളല്ല, എന്നെ സാധാരണ കാണാറില്ല. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ക്യാമറ എവിടെയുണ്ട് അവിടെ ലേബോയ് എവിടെയുണ്ട്, ആരോഗ്യം എവിടെയുണ്ടോ ലേബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ പോലെ, തൃശ്ശൂർ പൂരം എവിടെയുണ്ടോ അവിടെ ഗോപാലകൃഷ്ണനുണ്ട്, ശബരിമല സമരം എവിടെയുണ്ടോ അവിടെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എവിടെയുണ്ടോ അവിടെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ കൊച്ചാക്കാണ് ആളുകളെ. ഞാൻ അതിലേക്ക് കടന്നു പോകില്ല. പക്ഷേ ഞങ്ങളൊക്കെ ഈ പൂരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത് അറിയുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ വിഷയമുണ്ടായപ്പോൾ UDFിൻ്റെ ജില്ലാ ചെയർമാനായ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ സുരേഷ് ഗോപിയെ വിളിച്ചുകൊണ്ടിട്ടാണ് ഈ പ്രശ്നം തീർത്തതെന്ന് വെച്ചപ്പോൾ അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്.
തിരുവമ്പാടിയിലെ സ്വാഭാവികമായും എല്ലാ ആളുകളും ഇടപെട്ടു. ശ്രീ കെ മുരളീധരൻ ഗിരീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞങ്ങൾ കെ മുരളീധരൻ വഴിയാണ് ഈ വിഷയം തീർത്തത്. അല്ലെങ്കിൽ ടി എൻ പ്രതാപൻ ഗിരീഷ് കുമാറുമായി സംസാരിച്ചാണ്, അദ്ദേഹം വഴിയാണ് ഇത് പറയുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പൊന്നും തയ്യാറല്ല. പക്ഷേ പിന്നെ ശരത് എന്താണ് പറഞ്ഞത്? അദ്ദേഹം സത്യം പറഞ്ഞു പോയല്ലോ. കെ മുരളി എന്താ പറഞ്ഞത്? ഞാൻ വളരെ കാലങ്ങൾക്ക് മുമ്പാണ് പൂരം കണ്ടത്, ഇപ്പോഴാണ് കാണുന്നത്, ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂർ വിട്ട് കോഴിക്കോടും തിരുവനന്തപുരത്തും പോയപ്പോൾ സ്വാഭാവികമായും എത്താൻ കഴിയില്ല. പക്ഷേ PT തോമസിനെ പോലെ ആളുകൾ, പിന്നെ നമ്മുടെ CP ജോണിനെ പോലെ ആളുകളൊക്കെ സ്ഥിരമായി പൂരത്തിന്റെ മുന്നിൽ വരുന്ന ആൾ. അതിന്റെ കൂട്ടത്തിൽ ഗോപാലകൃഷ്ണൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു വേറെ വിഷയമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവരിത് വളരെ കൃത്യമായി ഇവർക്ക് ഒരാൾക്ക് പങ്കില്ല, ഒരാൾക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ മാറ്റാൻ. ഞാൻ അതാണ് പറഞ്ഞത്. ഈ പൂരം എങ്ങനെയാണ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ എങ്ങനെയാണ്? ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് ദേവസ്വത്തിന്, പിന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന് എക്സിബിഷൻ, അഖിലേന്ത്യാ എക്സിബിഷൻ കൊടുക്കേണ്ട സ്ഥലത്തിന് ഭീമമായ വാടകയിടുകയാണ്. അത് ആരോട് ആലോചിച്ചിട്ടാണ് ഇട്ടത്? കോടതി പറഞ്ഞിട്ടാണ് ഇട്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇടപെട്ടപ്പോൾ കോടതിയുടെ വിധി മാറിയോ? അപ്പോൾ അവിടെ തുടങ്ങുകയാണ് വിവാദം. അതിനുശേഷം ആന വിവാദം വരുന്നു, മേള വിവാദം വരുന്നു. അതിനുശേഷം തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനെ വടം കെട്ടി തിരിക്കുന്നു. അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വാഭാവികം ഇന്ന് UDF-ന്റെ ചെയർമാൻ പരാതി കൊടുത്തിരിക്കുകയാണ്. എന്താണ്? 85 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് LDF-ന്റെ ഏജന്റുമാരും NGO യൂണിയനിൽപ്പെട്ട CPM-ന്റെ യൂണിയനിൽപ്പെട്ട ആളുകളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട പരാതി ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് സ്വാഭാവികമല്ലേ? ഇത് തൃശ്ശൂരിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതായ ഒരു വിഷയം അനാവശ്യമായി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പൊ അവസാനത്തെ വോട്ട് പോലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചെയ്യുന്നു എന്ന പരാതി വന്നപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡീലുണ്ട്. ആ ഡീല് കരുവന്നൂർ തുടങ്ങി ഇപ്പൊ തൃശ്ശൂർ പൂരത്തിലും എത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ കഴിയുമോ? പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് ഒരു ഘട്ടത്തിലും തൃശ്ശൂർ പൂരത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഒരു ഘട്ടത്തിലും, അതാണ് ഞാൻ പറഞ്ഞത്, ഞാനല്ല ആദ്യം പറഞ്ഞത്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി UDF-ന്റെ തൃശ്ശൂർ നിയോജക ചെയർമാനാണ്. അതൊന്നും ഞങ്ങൾ ആരും പുറത്തു പറഞ്ഞ കാര്യങ്ങളല്ല. ഇവർ രണ്ടുപേരും കൂടി ഒരു ഡീൽ ഉണ്ടാക്കി. അത് നേരത്തെ സുരേഷ് ഗോപിക്ക് പരവതാനി വിരിച്ചത് AC മൊയ്തീനാണ്, A വിജയരാഘവനാണ് തൃശ്ശൂരിൽ വന്ന് പറഞ്ഞത് കരുവന്നൂർ വിഷയം സുരേഷ് ഗോപിയുടെ പരവതാനിയാണ് എന്ന് പറഞ്ഞ് ഇവരാണ്. ആ ഡീൽ ഇപ്പോൾ നിൽക്കാൻ ഇപ്പോൾ ഈ 85 വയസ്സ് കഴിഞ്ഞ അമ്മമാരുടെയും പിന്നെ വയസ്സായ അപ്പൂപ്പന്മാരുടെയും വോട്ട് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ NGO യൂണിയൻകാർ നിർബന്ധിക്കുകയാണ്. ആ പരാതി ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അതാണ് പറയുന്നത്, ഇത് കൃത്യമായൊരു ഡീലാണ്. പിന്നെ രാജൻ മന്ത്രി എന്താണ് പറഞ്ഞത്? പൂരം ഗംഭീരമാക്കുമെന്ന് പറഞ്ഞ പോയി രാജൻ. ഇത് ഓരോ മിനിറ്റിലും ഇടപെടേണ്ടതായിരുന്നു. ഇപ്പൊ ഉണ്ടായ വിഷയം എന്താണ്? പാർട്ടി ഓഫീസ് ഇപ്പൊ കുറച്ചകലെ മാത്രമാണ്. പക്ഷെ രാജന് എണീറ്റ് വരാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളതാണ്. അത് തന്നെയാണ് തൃശ്ശൂർ MLA-യുടെ സ്ഥിതി. പൂരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരെയും അദ്ദേഹത്തെ ഇവരെയൊന്നും കണ്ടിട്ടില്ല. ഇവർ ഇത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു പൂരമായിട്ടാണ്, BJP-ക്ക് അനുകൂലമായ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ചൊരു പൂരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ തൃശ്ശൂർ പൂരത്തെ ഞങ്ങൾ കാണുന്നത്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, തൃശ്ശൂർ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. കരുവന്നൂരിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, കരുവന്നൂരിൽ ദേശീയ ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായപ്പോഴൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ് CPM മുന്നോട്ട് വെച്ചൊരു ആരോപണം. തൃശ്ശൂരിലെ പൂരം ഭംഗിയായി, പൂർവാധികം ഭംഗിയായി പൂർത്തിയാകുന്നു എന്നതിനപ്പുറത്ത് ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എടുക്കാനുള്ള ഉദ്ദേശം BJP-ക്ക് ഉണ്ടായിരുന്നോ? അതിനനുകൂലമായ പലതരത്തിലുള്ള ഇടപെടലുകൾ തൃശ്ശൂരിൽ ഉണ്ടായോ? മാധു, ഞാൻ വളരെ ഗൗരവമായിട്ട് ഒരു കാര്യം പറയുകയാണ്. തൃശ്ശൂർ പൂരത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒരു രാഷ്ട്രീയത്തിൻ്റെ ചരടിൽ കൊണ്ട് കെട്ടുന്നത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും സ്വഭാവമാണ്. എനിക്കതിനകത്ത് രാഷ്ട്രീയവുമില്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും പൂരമാണ്. പക്ഷേ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും പൂരമാണെന്ന് പറയുമ്പോൾ അതൊരു ക്ഷേത്രപൂരമാണ്, അതൊരു ക്ഷേത്ര ഉത്സവമാണ്. തൃശ്ശൂരിൽ വടക്കുന്നാഥൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ഭഗവതിമാരും, ഇതാ ഇപ്പോൾ രാത്രി 1 മണിക്ക്, ഇന്നലെ രാത്രി 1 മണിക്ക് എല്ലാ ഭഗവതിമാരും വടക്കുന്നാഥനിൽ വന്നു. വടക്കുന്നാഥ ക്ഷേത്രൻ, ശിവൻ, ചുറ്റുമുള്ള ഭഗവതിമാർ, ഇവരെല്ലാവരും കൂടി ചേരുന്ന ഒരു ക്ഷേത്ര ഉത്സവമാണ്. പക്ഷെ അതൊരു ലോകോത്തരമായിട്ടുള്ള ഒരു മഹാപൂരമാണ്. എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, സുരേഷ് ഗോപി 2 മണിക്ക് വന്നു, അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാനും അതേപോലെ തന്നെ നേരത്തെ എൻ്റെ സുഹൃത്ത് അക്കരെ പറഞ്ഞ ഗിരീഷും ഞങ്ങൾ അടുത്തടുത്തിരുന്നിട്ടാണ് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞത്. എല്ലാവരെയും വിളിച്ചു, സുരേഷ് ഗോപി എത്തി. എൻ്റെ ഒരു ചോദ്യം, ഇത് കോൺഗ്രസ് പറയുന്നത് പോലെ ഡീലാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് വർഗീയവൽക്കരിക്കാൻ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ, വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. 11 മണിക്കൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മന്ത്രി രാജൻ 6 മണി കഴിഞ്ഞ് വന്നത്? മന്ത്രി രാജൻ വരുന്നതിന് മുമ്പ്
വെടിക്കെട്ട് പൊട്ടിക്കാൻ തീരുമാനമെടുത്ത് വെടിമരുന്നിട്ടു. ആ വെടിമരുന്ന് ഇട്ടതിൻ്റെ മാഗസീൻ്റെ ഞാനിനി 1-2 കാര്യം കൊണ്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ ഞെട്ടിപ്പോവും അതിലെ ചില യാഥാർത്ഥ്യങ്ങൾ കേട്ടാൽ. രാജം വരുന്നതിന് മുമ്പ് കളക്ടറും അതുപോലെ തന്നെ കമ്മീഷണറും അതുപോലെ ദേവസ്വത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഞങ്ങളുമുണ്ട്. പക്ഷേ ദേവസ്വവുമായിട്ട് നേരിട്ട് ചർച്ച നടത്തട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറിയിരുന്നു. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ ചർച്ചയിൽ ഇരിക്കുന്നില്ല, നിങ്ങൾ ദേവസ്വവുമായി ചർച്ച ചെയ്യുക. പക്ഷേ തിരുവമ്പാടി ദേവസ്വത്തോട് പറഞ്ഞു, എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു, നിങ്ങൾക്ക് എന്തു പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യമായി തീരുമാനം എടുക്കാൻ ഞങ്ങൾ പറഞ്ഞു. ഞാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നു, അദ്ദേഹം ചർച്ച ചെയ്തു. സുരേഷ് ഗോപി വന്നു, ഇവർ വന്നില്ല. അതിൽ ഇവർ വിഷമിച്ചിട്ട് കാര്യമില്ല. മന്ത്രി രാജൻ വരുന്നത് എല്ലാ തീരുമാനവും കഴിഞ്ഞിട്ടാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ് ദേവസ്വത്തിൻ്റെ ആൾക്കാരുമായിട്ടിരുന്നു. പിന്നെ ഞാൻ ഒരിക്കലും കെ മുരളീധരൻ എന്തുകൊണ്ട് വന്നില്ല ഞാൻ ചോദിക്കില്ല. സുനിൽകുമാർ എന്തുകൊണ്ട് വന്നില്ല ഞാൻ ചോദിക്കില്ല. അവരൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷീണമായിട്ടുണ്ടാവും. ഞാനതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യില്ല. പക്ഷേ ഇവിടെ ഒരു MP ഉണ്ട്, പ്രതാപൻ. അടുത്ത MP തിരഞ്ഞെടുക്കുന്നവരെ ആ പ്രതാപൻ ഇവിടെ ഉണ്ടാവണം. എവിടെ പോയി പ്രതാപൻ? ഇവിടെ ഒരു MLA ഉണ്ട്, ബാലചന്ദ്രൻ, CPIയുടെ MLA, ഈ മന്ത്രിയുടെ MLA. എവിടെ പോയി അയാളല്ലേ വരണ്ടേ? എനിക്ക് ഉത്തരവാദിത്വം, ആ നിലയ്ക്ക് ഗവൺമെൻറ് ഉത്തരവാദിത്വം എനിക്കില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉറക്കമൊഴിച്ച് അവിടെ കുത്തിയിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക. MLA കാണാനില്ല, മന്ത്രിയെ കാണാനില്ല, MP-യെ കാണാനില്ല. എന്ത് മര്യാദകേടാ! 11 മണിക്കുണ്ടായിട്ടുള്ള സംഭവത്തിൽ 3 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ആരെ വേണേൽ വിളിച്ച് ചോദിക്ക്. 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കളക്ടറെ ഒരു ഫോൺ വരുന്നത്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട്. കളക്ടർ ഉറങ്ങിപ്പോയോ? പോലീസ് കമ്മീഷൻ വരുന്നത് ഉറങ്ങിപ്പോയോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. വെടിക്കെട്ടിനാണല്ലോ ജനം മുഴുവൻ വരുന്നത്. വെടിക്കെട്ടിൻ്റെ പൂട്ട്, ആ മാഗസീൻ എന്നാ പറയാ, വെടിക്കെട്ടിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്, ആ മാഗസീൻ പൂട്ടി താക്കോലും കൊണ്ട് പോലീസ് പോയി. നിങ്ങൾ അറിഞ്ഞോ? അത് ഇവിടുത്തെ CPM പ്രതിനിധിക്ക് അറിയോ? തിരുവമ്പാടിയുടെ അത് പൂട്ടി അങ്ങ് പോയി. എന്നിട്ട് അയാളെ തപ്പി അടക്കുക. ആരാന്നറിയില്ല, എവിടെ പോയി എന്നറിയില്ല. ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാ. പിന്നെ അയാളെ പോയി തപ്പിയെടുത്ത് വന്നപ്പോൾ എത്ര വൈകി? 8 മണിക്കാണ് അവസാനത്തെ വെടിക്കെട്ട് പൊട്ടുന്നത്. ഈ പാവപ്പെട്ട ജനങ്ങൾ ഇന്ത്യയുടെ ഇതര ഭാഗത്തുനിന്ന് വന്നിട്ട് 3 മണിക്കുള്ള വെടിക്കെട്ടിന് അവരെ വന്ന് നിന്ന് ഇപ്രാവശ്യം സ്ത്രീകളായിരുന്നു മാധു, 10,000-കണക്കിന് സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകളൊക്കെ നിന്ന് വശം കെട്ടു. ഒരു വെള്ളം കൊടുക്കാൻ സേവാഭാരതിയും അതുപോലെ അവിടുത്തെ കോർപ്പറേഷനും ഒക്കെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീകളിങ്ങനെ നിർത്തി ഇത്ര വൈകിച്ചത് എന്തുകൊണ്ട്? ഉത്തരം പറയണം. ഇത് യുവജന സമ്മേളനമല്ല, മതേതരത്വ സമ്മേളനം അതല്ലല്ലോ. സ്ഥാനാർത്ഥികൾ മറ്റുള്ളവർ വരാത്തതിന് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇലക്ഷൻ ആണല്ലോ, പെരുമാറ്റച്ചട്ടവും ഒക്കെ നേരത്തെയും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സ്ഥലം MP, അതൊന്നും നമ്മൾ ചോദിക്കില്ല. സ്ഥലം MLA, കളക്ടറുടെ ഒരു ഫോൺ കോൾ വന്നത് 3.5 മണിക്കൂറിന് ശേഷമാണ് എന്ന് ശ്രീ B. ഗോപാലകൃഷ്ണൻ ആരോപിക്കുന്നു. ഉറങ്ങാതിരിക്കേണ്ട ദിവസം തന്നെയാണ് അല്ലേ? കാരണം ഒരു വർഷത്തിലൊരിക്കൽ തൃശ്ശൂർ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, അത് വളരെ ഭംഗിയായി നടപ്പിലാക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ, ജില്ലാ നേതൃത്വത്തിൻ്റെ, MLA-യും MP-യും ഒക്കെ അടങ്ങുന്ന പൗര പ്രമുഖരുടെയൊക്കെ ഒരു ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. അതിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും മണിക്കൂറുകൾ കാലതാമസം എടുത്തു എന്ന് പറയുന്നത് ശ്രീ അനിലക്കര മുനവെച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രതിനിധികൾ എത്താത്തതിനെ കുറിച്ച്. അപ്പോൾ അതിലൊരു വിശദീകരണം വേണ്ടതല്ലേ? അല്ല, അവിടെ ഈ പൂരം നടക്കുന്ന 30 മണിക്കൂർ സമയം അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഈ രാജനും അതുപോലെ തന്നെ അവിടുത്തെ MLA-യും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ഉൾപ്പെടെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, പോലീസിൻ്റെ, ജില്ലാ ഭരണകൂടത്തിൻ്റെ, ഇതിൻ്റെയൊക്കെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ ഒഴികെ IAS IPS ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ മന്ത്രിമാർക്ക് കഴിയുന്ന സാഹചര്യമില്ല. എന്നിട്ടും അവിടെ റവന്യൂ മന്ത്രിയായിട്ടുള്ള K. രാജൻ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. K. രാജൻ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ആ വിഷയം പരിഹരിച്ച്. ഗോപാലകൃഷ്ണൻ ഇടപെട്ടില്ല ഞാൻ പറയുന്നില്ല, ഗോപാലകൃഷ്ണൻ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ
നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. വിവരക്കേട് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രാഷ്ട്രീയമായി വിവരക്കേട് പറയാണ്. കെ രാജൻ 6:30 മണിക്ക് വന്നത്. നല്ല നിലയിൽ ഞങ്ങളൊക്കെ ഉറക്കമൊഴിച്ചിട്ട് കഷ്ടപ്പെട്ട ആൾക്കാരാ. പറഞ്ഞില്ലല്ലോ. ഞാൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിന് എങ്ങനെ വർഗീയമായി രാഷ്ട്രീയമായി മുതലെടുക്കാം? യഥാർത്ഥ പ്രശ്നങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കലാണ് ആവശ്യം. അത് പരിഹരിക്കാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പോലീസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് അപ്രായോഗികമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ആക്ഷേപം ദേവസ്വങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. അത് പരിശോധിക്കും. മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും മന്ത്രിയുടെയും കൂടി ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവിടെ എല്ലാ വെടിക്കെട്ട് ഉൾപ്പെടെ പകൽപൂരങ്ങൾ ഉൾപ്പെടെ ഇന്ന് സംഘടിക്കപ്പെടുകയും തൃശ്ശൂർ എല്ലാവിധ കാര്യങ്ങളും ഭംഗിയോടെ സംഘടിപ്പിക്കപ്പെട്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോ നേരത്തെ അനിലക്കര ആവർത്തിച്ച് ഇവിടെ പറയുന്നുണ്ട് പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നതിനനുസരിച്ച് ഇടപെടേണ്ട ആളുകളാണ്. ഒരുപക്ഷെ ഭരണ നേതൃത്വത്തിന്, രാഷ്ട്രീയ നേതൃത്വത്തിന് അങ്ങോട്ട് റിപ്പോർട്ട് നൽകേണ്ട ആളുകളാണ്. കളക്ടറൊക്കെ 3.5 മണിക്കൂർ താമസിച്ച് മാത്രമാണ് അവർക്ക് കോൾ വന്നത് എന്ന് പറയുകയാണെങ്കിൽ അതിൽ വലിയ തോതിലുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്ന് ആർക്കാണ് പറയാൻ കഴിയാത്തത്? ഇവിടെ തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് വരുന്ന പ്രതിബന്ധങ്ങൾ, ഇപ്പോ പുറ്റിങ്ങൽ അപകടത്തെ തുടർന്നാണ് ഇത്രയധികം നിയന്ത്രണങ്ങൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നാടിനകത്തെമ്പാടുണ്ടായിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, എത്രയോ വെടിക്കെട്ടുകൾ ഇത്തരം നിയന്ത്രണങ്ങളുടെ ഭാഗമായി നടത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. ശരത്തുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പെട്ടെന്ന് തിരികെ വരാം ശരത്തിലേക്ക്. ശ്രീ അനിലക്കര, നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല. ഈ ഉത്സവകാലത്ത് തന്നെ പലയിടങ്ങളിൽ വെടിക്കെട്ട് അപകടങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ മുൻകരുതലിന്റെ ഭാഗമായി വേണ്ട എന്ന് വെക്കേണ്ട വരുന്ന സാഹചര്യം പോലുമുണ്ട്. അപ്പോഴും ആ നിയന്ത്രണങ്ങൾ തൃശ്ശൂർ പൂരത്തെ തുടരുത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഒരു അഭിമാനത്തിന്റെ, നമ്മുടെ ഒരു വലിയ പ്രതീക്ഷയുടെ ഒക്കെ ഭാഗമായതുകൊണ്ടാണ്. കേരളത്തിന്റെ ഒരു വലിയ ഒരു കാഴ്ചാനുഭവം, കേരളത്തിന്റെ സ്വന്തം സിംഫണി എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുന്ന പലതും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൂരം പ്രശ്നമില്ലാതെ നടന്നു പോകണം എന്ന് വിചാരിക്കുന്ന ഇടത്താണ് അതൊന്നും പൂരത്തിന്റെ പ്രഭയെ തുടരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ശ്രീ അനിലക്കര, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സംവിധാനത്തെ നിങ്ങൾ അങ്ങനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നത് എങ്ങനെയാണ്? പോലീസ് സർക്കാരിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമാണ് അവർ പ്രവർത്തിച്ചത് എന്ന് വിചാരിക്കുന്നുണ്ടോ? ശരത്ത് നേരത്തെ പറയുന്നു തിരഞ്ഞെടുപ്പ് ചട്ടമുള്ളത് കൊണ്ട് പോലീസിന്റെ കാര്യങ്ങൾ, ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണത്തിലാണെന്ന്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണത്തിലാണെങ്കിൽ എടുത്തതിന് ലാത്തി വീശുമോ? പോലീസ് ഇല്ല, അച്ചടക്കം കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന്, ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന്, വിവാദത്തിന് വഴിമരുന്നിടാൻ ഒരു ശ്രമം എവിടെയെങ്കിലും ഉണ്ടായോ? അല്ല, ഗോപാലകൃഷ്ണൻ ഇത് ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പരിഹരിച്ചൊരു വിഷയമാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി 11:30-ക്കാണ് ഞാനും ശ്രീ ടി.എൻ. പ്രതാപനും പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് രാത്രി പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നാളെ രാഹുൽ ഗാന്ധിയുടെ 22-ാം തീയതി രാഹുൽ ഗാന്ധിയുടെ ചാവക്കാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി KPC വിളിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രാത്രി പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ പരിപാടി മറ്റന്നാൾ നടക്കുന്ന 22-ാമത്തെ പരിപാടി രാവിലെ 10 മണിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ പരിപാടി 1:30-ക്ക് ആക്കി, ചാവക്കാട് പരിപാടി 1:30-ക്ക് ആക്കി. സ്വാഭാവികമായും അറിയാലോ, രാഹുൽ ഗാന്ധിയെപ്പോൾ ഒരാൾ വരുമ്പോൾ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉച്ചയ്ക്ക് സമയം മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? വളരെ ഗുരുതരമായി ഞങ്ങളത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം. അങ്ങനെ രാത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ ഇരുന്ന് രാത്രി അവിടെ നിന്ന് ഗിരീഷ് കുമാറിനെ വിളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയത്തിൽ അവിടെ ഇടപെടുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്ന ആളാണ് പ്രതാപൻ. അത് സ്ഥിരമായി പ്രതാപനെ കുറിച്ച് ഇങ്ങനെ വന്നില്ല എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പാണ്, ഞങ്ങൾ കൃത്യമായി ഇടപെട്ടിരുന്നു. മാത്രമല്ല, ഗിരീഷ് കുമാർ ഞങ്ങളോട് കൃത്യമായി പറഞ്ഞതാണ് ഇത് തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചില വിഷയങ്ങളുണ്ടായിരുന്നല്ലോ, പന്തലിൻ്റെ ലൈറ്റ് കെടുത്തിയതും മറ്റു വിഷയങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് ജനപ്രതിനിധികളായ ആളുകളെ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ തൃശ്ശൂർ പൂരം എന്ന് മുതലാണ് വിവാദത്തിലാവുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പെസോ എന്ന് പറയുന്ന ഈ കരിമരുന്ന് അല്ലെങ്കിൽ വെടിക്കെട്ട് തുടങ്ങിയ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത് തുടർച്ചയായുള്ള പ്രശ്നങ്ങളാണ്. ഇത് എത്രയോ തവണ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരെ പരാതിയായി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ആരാണ്?
ഗവൺമെന്റ് ആണല്ലോ. പ്രത്യേകിച്ച് ഈ പറയുന്ന തൃശ്ശൂർ പൂരം ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA കൂടിയാണ് ശ്രീ രാജൻ എന്ന് പറയുന്നത്. അത് ബാലേന്ദ്രൻ മാത്രമല്ല. അപ്പൊ അവസാനത്തെ കാര്യത്തിൽ രാജൻ എന്താണ് പറഞ്ഞത്? എല്ലാ വിവാദങ്ങളും തീർന്നു, ഇനി പൂരം ഗംഭീരമായി നടക്കും എന്ന് പറഞ്ഞതാണ്. ഞങ്ങളുടെ മാതൃഭൂമിയുടെ തന്നെ ഒരു ചർച്ചയിൽ, അല്ലെങ്കിൽ പിന്നെ പൂരത്തിന്റെ തലേനാൾ മേയർ പറഞ്ഞത് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അദ്ദേഹം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്, അത് മറ്റൊരു വിഷയം. മേയർ പറഞ്ഞത് ഞാൻ മറ്റു വിഷയമൊന്നും ഇടപെടുന്നില്ല, തൃശ്ശൂർ പൂരം മാത്രമാണ് എൻ്റെ തലയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ഞാൻ ഇന്നലെ ചർച്ചയിലൊന്നും കണ്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വളരെ ഗുരുതരമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയത്തിന് അതീതമായൊരു ഇടപെടൽ ഉണ്ടാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ കൂടി ഏറ്റെടുക്കുകയാണ്. കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് കുറേ കാലങ്ങളായി ഉണ്ടായതല്ല, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഉണ്ടായ ചില വിഷയങ്ങളാണ്. ഈ പൂരത്തിന്റെ വിഷയത്തിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോഴുണ്ടായിരുന്ന ഈ വിഷയം എന്ന് പറയുന്നത് ചെറിയ വിഷയമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് എന്ത് തർക്കം ഉണ്ടായത്? നിങ്ങൾ തന്നെ പറയുന്നു അവിടെ നേതാക്കളുടെ ഒന്നും CPM-ന്റെ നേതാക്കളുടെയോ സ്ഥലം MLA-യുടെയോ MP-യുടെയോ ഒന്നും സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ പോലീസ് അവിടെ പ്രവർത്തിച്ച ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായിട്ടല്ല എന്നത് ക്ലിയർ ആണല്ലോ. എന്നിട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നു പോലീസ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ശാലയുടെ അണിയറ പൂട്ടി താക്കോലുമായി പോവുകയാണ്. ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അപ്പോൾ ഇതൊന്നും രാഷ്ട്രീയമായ ഇടപെടലുകളുടെയോ നിർദ്ദേശത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് അങ്ങേക്കും അറിയാം. ആ രാത്രി ആരൊക്കെയോ അവനവന്റെ തോന്നിവാസത്തിന് ഓരോന്ന് കാണിക്കുകയാണ്. അവർക്കൊക്കെ പറയാൻ പോലീസ് എന്ന് പറയുന്ന ഒരു പൊതു മേൽവിലാസമുണ്ട് എന്ന് മാത്രം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വ്യത്യസ്തമായി തൃശ്ശൂർ പൂരം വളരെ വിവാദത്തിലാണ് തുടങ്ങിയത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എക്സിബിഷന്റെ വിഷയം തുടങ്ങി. ഇപ്പൊ ഈ വിഷയം നിൽക്കുമ്പോൾ ഈ പറയുന്ന ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് പോലീസ് ഇടപെട്ടു? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പാണ്. അത് ശരത്ത് പറഞ്ഞ പോലെ പെരുമാറ്റച്ചട്ടമൊന്നും തൃശ്ശൂർ പൂരത്തിന് ബാധകമല്ല. ഇവിടെ കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് മഠത്തിൽ വരവ് വടം കെട്ടി തിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാക്കുന്നതും ആളുകളെ തല്ലുന്നതും അതൊക്കെ ചെയ്യുന്നത്? ഞാൻ ഓരോ വിഷയമാണ് സൂചിപ്പിച്ചത്. ഇത് രാഷ്ട്രീയമായ ഇടപെടലിനേക്കാൾ അതീതമായി രാഷ്ട്രീയമായ മൗനാനുവാദം കൊടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തെ എങ്ങനെയെങ്കിലും വിവാദങ്ങളുടെ ചുഴിയിൽപ്പെടുത്തി BJPക്ക് രാഷ്ട്രീയമായ അവസരം ഉണ്ടാക്കാൻ കൊടുക്കുന്ന രീതിയിലാണ് ഈ ഗവൺമെന്റിന്റെ മുഴുവൻ രീതികളും. അത് രാജൻ എന്ന് പറയുന്ന മന്ത്രി ഇത് CPM ചെയ്യാന്ന് വിചാരിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. CPIയുടെ തന്നെ ഒരു പ്രതിനിധി സുനിൽകുമാറിനെ പോലെ ആൾ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് കെയറാവുന്നില്ല? അതിന്റെ പിന്നിൽ വലിയ വലിയ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. 85 വയസ്സ് കഴിഞ്ഞ ആളുടെ വോട്ട് പോലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചെയ്യാൻ NGO യൂണിയൻകാരൻ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇന്ന് കരുവന്നൂരിന്റെ വിഷയത്തിൽ മോഡി പറയുന്നുണ്ടല്ലോ, ഞാൻ പണം നിക്ഷേപകർക്ക് മടക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന മോഡി പറയുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കണ്ടുകെട്ടിയ പണത്തിൽ AC മോദിന്റെ 40 ലക്ഷം രൂപ ഇവിടെ വീതം വെച്ച് കൊടുക്കാൻ പോകുമ്പോൾ AC മോദിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മോഡി പറയുന്നില്ല. അതാണ് ഇവർ തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത്. ആ ഡീലിനെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. RSS BJP നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു എന്ന അഭിപ്രായം ഔദ്യോഗികമായി LDF മുന്നോട്ട് വെക്കുന്നു. അപ്പോ ഈ വെടിക്കെട്ടിന് പിന്നിലുണ്ടായ ഇടപെടലിനെ അന്വേഷിക്കണമെന്ന് LDF പറയുമ്പോൾ ആ ചൂണ്ടുവിരൽ ആർക്കു നേരെയാണ്? അത് വളരെ കൃത്യമാണല്ലോ. ഈ ചർച്ചയിൽ പ്രതിനിധിയായി വന്നിരുന്ന ആൾ രാജൻ വഴിയാണിത് തീർന്നത്. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാണ് LDFിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. BJP RSS പ്രവർത്തകരും മാത്രമാണ് ഓടിയെത്തിയത്, സുരേഷ് ഗോപി മാത്രമാണ് ഓടിയെത്തിയത് എന്നുള്ളത് LDF തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ. അതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതിയിട്ടുള്ളത്. പൂരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു മുതലെടുക്കാൻ ശ്രമിക്കുക എന്നുള്ള അവരുടെ ഭാഷയാണ്. പൂരത്തിൻ്റെ പേര് പറയുമ്പോൾ കരുവന്നൂരിൻ്റെ പേര് പറയും, കരുവന്നൂരിൻ്റെ കാര്യം പറയുമ്പോൾ പൂരത്തിൻ്റെ പേര് പറയും. എൻ്റെ പൊന്നു ചങ്ങാതി, ഞാൻ ചോദിക്കട്ടെന്ന്, BJP RSS മാത്രമല്ലല്ലോ, ഇതിനകത്ത് രാഷ്ട്രീയമില്ല. എവിടെ പോയി നിങ്ങളുടെ MP? തൃശ്ശൂരിൽ പൂരം നടക്കുമ്പോൾ VD സതീശൻ ചാവക്കാട് വരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാനല്ല വേണ്ടത്. ഞങ്ങൾക്കൊക്കെ എങ്ങനെ പോവാം? അവിടെ വരണം. ഞാൻ സംസാരിക്കട്ടെ. അവിടെ വരണോ? MPക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. തൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന മഹാപൂരം, ആ ലോകോത്തര പൂരം, അതിനകത്ത് ഒരു നിമിഷം പോലും പ്രശ്നമില്ലാതെ പരിഹരിക്കാൻ അദ്ദേഹം അർഹതപ്പെട്ട ആളാണ്. അദ്ദേഹം പോയിരിക്കായിരുന്നു എന്ന് അനിൽ തന്നെ സമ്മതിച്ചു. ഇതുപോലെ തന്നെയാണ് MLA. എവിടെ പോയി MLA? ഞാൻ പറയണേ, നിങ്ങളുടെ മാതൃഭൂമിയുടെ വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ ആ വിഷ്വൽ മുഴുവൻ പരിശോധിക്കുക. ഞങ്ങളൊക്കെ രാത്രി ഉറക്കമൊളച്ചിരിക്കുന്ന കാണാം. സുനിൽകുമാർ 6 മണിക്ക് വന്നു. എൻ്റെ സുഹൃത്താണ് സുനിൽകുമാർ. ഞങ്ങൾ പകൽപൂരത്തിൽ സുനിൽകുമാർ ഉണ്ടായിരുന്നു, ഈ മുരളീധരൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു വരി പോലും ഇല്ലാത്തത് പറയില്ല.
സുനിൽകുമാറും ഈ മുരളീധരനും എല്ലാം പകൽപൂരത്തിൽ ഈ മഠത്തിൽ വരവിൽ അതേപോലെ എളിഞ്ഞിത്രമേളത്തിൽ ഉണ്ടായിരുന്നു. പൂരം കാണാൻ ധാരാളം ആൾക്കാരുണ്ടാവും. പക്ഷെ പൂരത്തിലൊരു പ്രശ്നം വരുമ്പോൾ അവിടെ ഓടിയെത്തണം. ആ ഓടിയെത്താൻ കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഓടിയെത്താതിരുന്നത് എന്തുകൊണ്ട് മന്ത്രി എന്തുകൊണ്ട് വന്നില്ല? MLA എന്തുകൊണ്ട് വന്നില്ല? MP എന്തുകൊണ്ട് വന്നില്ല? കളക്ടറും SP 3 മണിക്കൂർ വൈകിയത് എന്തുകൊണ്ട്? ഈ ചോദ്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, മാതൃഭൂമിയുടെ ചാനലിൽ ജയകൃഷ്ണന് കുത്തുവിളക്കടക്കാൻ പോയ ജയകൃഷ്ണൻ, നിങ്ങളുടെ ഇപ്പൊ കാണിക്കുന്നുണ്ട് ആനയുടെ മുമ്പിൽ കുത്തുവിളക്ക് വെച്ചിരിക്കുന്നത്. ആ കുത്തുവിളക്കെടുക്കാൻ പോയ ജയകൃഷ്ണനെ മർദ്ദിച്ചതിന് അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാണോ? നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വെടിക്കെട്ടിന്റെ കാര്യം അന്വേഷിക്കൂ. എന്റെ ചോദ്യം അതല്ല. ഒരു പാവപ്പെട്ട ദേവസ്വം ജീവനക്കാരൻ കുത്തുവിളക്കെടുക്കാൻ ആചാരം എടുക്കാൻ വേണ്ടി പോയപ്പോ അയാളെ പോലീസ് മർദ്ദിച്ച് അയാളെ താഴെയിട്ടില്ലേ? നഷ്ടപരിഹാരം കൊടുക്കോ ഗവൺമെന്റ്? ആദ്യം മന്ത്രി പറയേണ്ടതാ. CPM-ന്റെ പ്രതിനിധി അതാണ് ആദ്യം പറയേണ്ടത്. BJP ആവശ്യപ്പെടുകയാണ്, നഷ്ടപരിഹാരം കൊടുക്കണം. ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് നടപടിയെടുക്കണം. ഈ 2 കാര്യമാണ് വേണ്ടത്. അല്ലാതെ BJP അതിനകത്ത് മുതലെടുക്കാൻ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാ. ഒരു മിനിറ്റ് ഞാൻ തീർക്കാം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാ. പിന്നെ ഇത് ക്ഷേത്രോത്സവമാണ്. ഞങ്ങൾ ഓടിയെത്തും. ക്ഷേത്രത്തിനൊരു പ്രശ്നം വന്നാൽ, പള്ളിക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഓടിയെത്തും. ക്ഷേത്രോത്സവമാണ് വടക്കുന്നാഥനുമായി ബന്ധപ്പെട്ട, ഈ ദേവിമാരുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരം ക്ഷേത്രോത്സവമാണ്. അല്ലാതെ CPM-ന്റെ പ്രതിനിധിമാരെ ഏതെങ്കിലും ചന്തയിൽ നടക്കുന്ന പരിപാടിയൊന്നും അല്ല. അത് ക്ഷേത്രോത്സവമാണ്. അത് ലോകത്തുള്ള മുഴുവൻ ആളുകൾ വരുന്നതാണ്. അത് മതേതരത്വമാണ്. പക്ഷെ അത് മതപരമായ ചടങ്ങാണ്. ആ ചടങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ വരും, ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ പിന്തുണ കൊടുക്കും. അധികൃതർ എന്നുള്ളതാണ് CPM-ന്റെ പ്രതിനിധി പറയുന്ന ഒരു മറുപടി എന്നതും. ഞാൻ ഒരിടവേള എടുക്കാം, പെട്ടെന്ന് വരാം. ശ്രീ ശരത് കേൾക്കാമോ? ശരത്തിനെ ചോദിക്കുന്നത് കേൾക്കാമോ? ശരി, ഞാൻ വരാം ശ്രീ ശരത്തിലേക്ക്. ശ്രീ അനിലക്കര, ഇപ്പോൾ LDF ആവശ്യപ്പെട്ടിരിക്കുന്നു, എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് അന്വേഷിക്കണം. അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. അതിനൊപ്പം തന്നെ ചലിക്കേണ്ട മറ്റൊരു സംവിധാനമുണ്ടല്ലോ. ഒന്നെങ്കിൽ അതിനേക്കാൾ ഏറെ വേഗത്തിൽ ചലിക്കേണ്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് സർക്കാരാണ്. അവിടെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അത് എത്രയും പെട്ടെന്നെങ്കിൽ അത്രയും പെട്ടെന്ന്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇത്തരമുള്ള എല്ലാ പ്രചാരണങ്ങൾക്കും എവിടെയാണ് അവസാനമാകുന്നത്? സംശയലേശം എന്നുള്ള നിലപാട് പ്രഖ്യാപനത്തിലാണ്. അത് വൈകുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗവൺമെന്റ് അധികാരമേറ്റതിന് ശേഷം ശ്രീ K. രാധാകൃഷ്ണൻ ഇപ്പോൾ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഇവിടെ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായതിനു ശേഷം ശബരിമലയിലുണ്ടായ വിഷയങ്ങൾ, അതിനുശേഷം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിൽ ഒരു പാഠാണ്. അത് അദ്ദേഹത്തിന് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ബോധ്യം പൊതുസമൂഹത്തിനുണ്ടായി. അത് LDF-നും ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ആലത്തൂര് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. സ്വാഭാവികമായി അദ്ദേഹം അവിടെ പരാജയപ്പെടും. അതോടുകൂടി ആ മന്ത്രിസ്ഥാനം അദ്ദേഹത്തെ നീക്കാം എന്നൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടില്ല. സ്വാഭാവികമായി MLA എന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഈ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീ K. രാജന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പൂരപ്രേമികളോടും മാപ്പ് പറയേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് LDF-ന്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് തീരുന്നൊരു വിഷയമാണത്. ഇത് സംഘപരിവാർ ശക്തികൾ അവർ ഇടപെട്ടു എന്ന രീതിയിൽ, അവർ ഇടപെട്ടു വിഷയം പരിഹരിച്ചു എന്ന രീതിയിൽ അതിന് സാക്ഷ്യം കൊടുക്കുകയല്ലേ LDF ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാൻ പാടുണ്ടോ? സംഘപരിവാർ 6 ശക്തികൾ പൂരത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ, അതിന് അർത്ഥം വരുന്ന രീതിയിൽ LDF-ന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ആലോചിച്ചിരുന്ന ചില തീരുമാനങ്ങളാണ്. ആ ദേവസ്വത്തിന്റെ ഈ പറയുന്ന എക്സിബിഷൻ സ്ഥലം വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെ, ഈ പറയുന്ന അടിക്കടി ഉത്തരവുകൾ പിൻവലിക്കുന്നത് ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടായ വിഷയത്തിൽ ആസൂത്രിതമായി ഇവർ ഇടപെട്ടു, ഇവർ ഈ വിഷയം തീർത്തു എന്ന രീതിയിൽ, ഇവർക്ക് ഒരു വലിയ പരസ്യം കിട്ടുന്ന രീതിയിൽ അവസാനത്തെ LDF-ന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ മറ്റൊന്നിലേക്ക് പോയത്. ഞാൻ ശരത്തിലേക്കാണ് പോയത്. ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ വരികയാണ് ചെയ്തത്.
ശരി, പെട്ടെന്ന്. ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റ്, ഇവിടെ SP-ക്കെതിരെ നടപടിയെടുക്കാൻ DGP-ക്ക് അധികാരമുണ്ട് ഇപ്പോഴും, എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ശരി, ഓക്കെ. ഇത് ശരിയല്ല. ശ്രീ എന്താണ് ശരത് എന്താണ് പറഞ്ഞത്? ഞാൻ കേട്ടില്ല. എനിക്ക് സംസാരിക്കാൻ മതിയായ സമയം തരുന്നില്ല. അനിൽ അക്കരെ 2 തവണ സംസാരിക്കുമ്പോൾ എനിക്ക് 1 തവണയാണ് സംസാരിക്കാൻ. ശ്രീ ശരത്, അത് തെറ്റിദ്ധാരണയാണ്. അതൊരു സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ്, പ്രേക്ഷകർ കേട്ടതാണ്. അങ്ങേൾക്ക് കേൾക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാൻ ശ്രീ അനിൽ അക്കരയിലേക്ക് പോയത്. അതിലൊന്നും സംശയമില്ലാതാണ്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നതാണ്. അങ്ങ് പറഞ്ഞോളൂ, എനിക്ക് ചോദ്യമില്ല, അങ്ങേക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. അല്ല, ഈ ഗോപാലകൃഷ്ണൻ നേരത്തെ പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു പള്ളിയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇടപെടുന്നൊരു വാക്ക് പറഞ്ഞു. ഈ ഛത്തീസ്ഗഡിലും ഒറീസയിലും അതുപോലെ തന്നെ ഈ മണിപ്പൂരിലുമൊക്കെ പള്ളിയിൽ പ്രശ്നം മണിപ്പൂരിലേക്ക് പോകണ്ട, അല്ല മണിപ്പൂരിലേക്കൊന്നും പോകണ്ട, കേരളത്തിലെ കാര്യം പറയും. ഇപ്പോ ഇവിടെ സംസാരിക്കുമ്പോൾ മണിപ്പൂരിലേക്ക് എന്തിനാ പോണത്? നിങ്ങൾ ഈ കേരളത്തിലെ കാര്യമില്ല ചർച്ച. ഈ ഇന്ത്യയിലെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കുട്ടിച്ചോറാക്കാൻ നടക്കുകയാണ്. പൂരങ്ങളെയും അതുപോലെ തന്നെ ക്ഷേത്രാചാരങ്ങളെയൊക്കെ വർഗീയവൽക്കരിക്കാൻ നടക്കുകയാണ്. അത് മനസ്സിലായി. അനിലക്കരയ്ക്ക് എന്താണ് രാജനോട് കണ്ടതാ ഞങ്ങള്. അനിലക്കര മറ്റേ അദ്ദേഹത്തിന്റെ DCCയുടെ പ്രസിഡന്റിനെ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒല്ലൂരിൽ പരാജയപ്പെടുത്തി കേരളത്തിന്റെ റവന്യൂ മന്ത്രിയായി എന്നുള്ളൊരു തെറ്റ് രാജൻ ചെയ്തിട്ടുള്ളൂ. ഈ തൃശ്ശൂർ ജില്ലയിൽ എല്ലാവർക്കും അറിയാം, ഈ ജില്ലയിലെ എല്ലാ പ്രശ്നങ്ങളിലും തൃശ്ശൂർ പൂരത്തിനകത്ത് ഉൾപ്പെടെ വളരെ ജനകീയമായി ഇടപെടുന്ന ഒരാളാണ് കെ രാജൻ, കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി. വളരെ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. പക്ഷെ അനിലക്കര എന്താ പറഞ്ഞിരിക്കുന്നത്? അനിലക്കര പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പോലെ ഒരാൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുന്ന മര്യാദയാണ്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാജൻ അല്ലെങ്കിൽ CPI എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ CPM ഇടതുപക്ഷം എന്ത് ചെയ്യാണ്? BJP-ക്ക് വോട്ട് മറിച്ച് കൊടുക്കുക എന്നാണ്. ഞങ്ങൾ 100% ജയിക്കുമെന്ന് ഉറപ്പുള്ള നല്ല തങ്കം പോലെ, തിളങ്ങുന്ന തങ്കം പോലെ സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഈ ജൂൺ മാസം 6-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മുരളിയെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറ്റും, ഞങ്ങൾ ഡൽഹിയിലേക്കും വണ്ടി കയറുന്ന ഉറപ്പുള്ളൊരു സ്ഥാനാർത്ഥി ഉള്ളപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടി വർത്താനം പറയുന്നത്? സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് വർത്താനം പറയുന്നത്? നിങ്ങൾ പറയുന്ന എല്ലാ വാക്കും എന്താണ്? CPM RSS വോട്ട് കൊടുക്കുന്നു, CPM തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം പറ. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു അഭിമാനമാണ്. ഏറെ കാത്തിരിപ്പോടുകൂടി ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരം എന്ന നിലയ്ക്ക് കാത്തിരിക്കുന്ന ഒരു ആഘോഷവും അഭിമാനവും ഒക്കെയാണ്. അവിടെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത് ആവർത്തിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ വേണം ഇനിയുള്ള തയ്യാറെടുപ്പുകൾ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.